ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നിതാ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ശനിയാഴ്ച ദിവസം ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അന്ന് ശനിയാഴ്ച അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് KG ആയതുകൊണ്ട് അവൾക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ മക്കൾ പോയ ശേഷം ഞാനിത് അവളെ മുടിയൊക്കെ കെട്ടിയിട്ട് അവളൊന്ന് ഒരുക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, അതെല്ലാവരും കഴിച്ചു. ഞാനൊന്ന് സോഫ വിരിച്ചിട്ട് അവളൊന്ന് ഇവിടെ ഇരുത്തണം, TV കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം TV കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും ഫുൾ ടൈം ഫോണിലാണ്. ഇന്നിപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഫോൺ വേണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും TV കാണണം എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ ഒരുവിധം ഒപ്പിച്ച് ഇരുത്തിയിട്ടുണ്ട് അവിടെ. അപ്പം എന്നാലും ഫോണിലേക്ക് തന്നെയാണ് നോട്ടം. എപ്പോഴും ഇതിങ്ങനെ ശീലിച്ചുകൊണ്ട് ഒക്കെ ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാ കുട്ടികളും ഇപ്പം അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. പിന്നെ ഞാനിതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. വേഗം ചോറിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം, പാത്രം കഴുകാനുണ്ട്, ഒക്കെ ചെയ്യാനുണ്ട്. അപ്പം ഇതിപ്പോൾ കറക്റ്റ് 9 മണിയായിട്ടുണ്ട്. ഇന്ന് കുറച്ച് പണിയൊക്കെ ലേറ്റായ ദിവസമാണ്, കുറച്ച് വൈകി പോയി എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറിന് ഞാനിതാ ഫിൽറ്ററിൽ വെള്ളം എടുത്തിട്ട് ഇവിടെ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടുന്ന് തിളക്കട്ടെ. ആ സമയത്ത് ഞാനിത് കുടിക്കാനുള്ള വെള്ളം കെറ്റലിൽ എടുക്കുന്നുണ്ട്, അതും ഒന്ന് തിളപ്പിക്കണം. അപ്പം ചോറ് ഒന്ന് റെഡി ആയിട്ടാകുമ്പം അരിയൊക്കെ ഇട്ട് തിളച്ച ശേഷം അത് ഓണാക്കി അത് എടുത്ത് വെക്കും. തിളച്ച് കഴിഞ്ഞ് അത് ഓഫാക്കി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം വരെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ അത് മതി. അപ്പോൾ മോൾക്കിടക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ഈ ഗിൽസ് ഒന്ന് തുറന്നിടുന്നുണ്ട്. എനിക്കിത് തുറന്നില്ലെങ്കിൽ പണിയെടുക്കാൻ എന്തോ ഒരു മൂഡ് കിട്ടാത്ത പോലെയാണ്. ഇതവിടെ ഇങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു സമാധാനം കേട്ടോ. പിന്നെ അലക്കാനുള്ള തുണിയൊക്കെ ഞാൻ മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അപ്പോഴേക്കും വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തിളക്കും. നമ്മൾ കറണ്ട് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിൽ ചെയ്യുന്നതിനേക്കാളും നല്ല സ്പീഡിൽ വെള്ളമൊക്കെ തിളക്കും. ചായയൊക്കെ പെട്ടെന്ന് റെഡി ആവുമല്ലോ. അപ്പോൾ അരി ഇട്ട് കൊടുത്ത ശേഷം ഞാനിതാ പാത്രമൊക്കെ കഴുകിയെടുക്കുന്നുണ്ടേ. അപ്പോൾ വൈകി എണീച്ചാലും പെട്ടെന്ന് പണികൾ നമുക്ക് തീർക്കാം. നമ്മളൊരു കുറച്ച് സമയം നിശ്ചയിക്കുക, ഇതിനുള്ളിൽ ഇന്ന് പണികളൊക്കെ തീർക്കുമെന്ന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അപ്പം ചോറ് ഞാൻ റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ളം ചൂടാകാൻ വേണ്ടിയിട്ട് അത് അവിടെ ഓണാക്കിയിട്ടുണ്ട്. കഴുകിയ പാത്രമൊക്കെ അടിയിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. നമ്മൾ നല്ല പ്ലാനിങ്ങിന് ചെയ്യലാണെങ്കിൽ പെട്ടെന്ന് ജോലി തരും കേട്ടോ. നമുക്കിനിയിപ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് കുക്ക് ചെയ്തെടുക്കണം, അതാണ് കാര്യമായിട്ടുള്ള പണിയുള്ളത്. അപ്പോൾ പാത്രമൊക്കെ കഴുകിയ ശേഷം ഞാൻ മൊത്തത്തിൽ അതാവുന്ന കഴുകി തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട്. അപ്പോൾ ഒരു കൂടി വന്നാലൊരു 10:30 മണിക്കുള്ളിൽ. അപ്പം അതിനിടയിൽ ഞാൻ അലക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം മാറ്റുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനായിരുന്നു ഉണ്ടായിരുന്നത്. അത് കംപ്ലൈൻ്റ് ആയത് ശേഷം ഞാൻ ഇപ്പോൾ സാധാ നോർമൽ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാൾ കുറച്ച് നല്ല തുണിയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളോട് പറയാനുള്ളത് നോക്കി വാങ്ങുക. ചില കമ്പനീൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ കുറച്ച് വില കൊടുത്താൽ നല്ല സാധനം വാങ്ങുക. അപ്പോൾ ഞാനിത് ആ പച്ചക്കറികളൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ പച്ചടി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ഇളവനുണ്ട്, അത് വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കണം. പിന്നെ കക്കിരിയും പരിപ്പും അങ്ങനെ ഇട്ടിട്ട് ഒരു കറി വെക്കണം, അങ്ങനെയൊക്കെ. പിന്നെ വെണ്ടക്ക ഫ്രൈ ചെയ്യണം, അതൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുക്കറിലേക്ക് ഇളവനൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വേവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കക്കിരി മുറിച്ച് റെഡിയാക്കാം. അപ്പോൾ ആ ഒരു കുക്കറിൽ തന്നെ പണി തീർക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇളവൻ വെന്ത് കഴിഞ്ഞാൽ ഞാനത് മാറ്റിയിട്ട് പച്ചടി മറ്റൊരു പാത്രത്തിൽ റെഡിയാക്കും. നമ്മളങ്ങനെ ഒന്ന് ജസ്റ്റ് നോക്കിക്കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പാത്രം കഴുകുന്ന പണി കുറച്ച് കുറഞ്ഞ് കിട്ടും. അങ്ങനെയൊക്കെ എല്ലാം ഇപ്പോൾ 2-3 കുക്കറുള്ളതെല്ലാം എടുത്ത് നമ്മൾ ഈ പണിക്കിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കും ചെയ്യണം. പിന്നെ മൊത്തത്തിൽ നമ്മുടെ കിച്ചൺ അലമ്പായിട്ട് അങ്ങനെ ഒരുപാട് പാത്രം നിരന്ന് കിടക്കും. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ ജോലി ഭാരം കുറഞ്ഞിട്ടെ. അപ്പോൾ ഇതൊക്കെ അറിയുന്നവരായിരിക്കും മിക്ക വീട്ടമ്മമാർ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാൻ വെണ്ടയ്ക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ടേ. അപ്പം വേറെ എന്തൊക്കെയാ, കുറേ ആയി വീഡിയോ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. ഓരോ കാരണങ്ങൾ കൊണ്ട് മാറ്റി വെച്ചിട്ട് അതാണ് ഇത്ര ലേറ്റായത്. ഇനിയിപ്പം കൃത്യമായി വീഡിയോ ഇടണമെന്നൊക്കെയാണ് മനസ്സിലെ ആഗ്രഹം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെണ്ടയ്ക്ക നീളത്തിലാട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മുളകും കുറച്ച് കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു.
കുറച്ച് വെള്ളമാക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ നല്ലതാണ്. വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ മീൻ പൊരിക്കുന്ന പോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം. പച്ചമുളകും കുറച്ച് കാന്താരി ഞാൻ പുറത്തുനിന്ന് പറിച്ചെടുത്ത് കൊണ്ടുവന്നു കേട്ടോ. ഫ്രിഡ്ജിൽ പച്ചമുളക് ഇല്ലായിരുന്നു, അപ്പോൾ അതൊന്ന് പറിച്ചെടുത്തതാണ്. ക്ലീനിങ് നമ്മൾ അന്നേരം എടുത്ത ആ ഒരു വെജിറ്റബിളിൻ്റെ വേസ്റ്റൊക്കെ അപ്പം തന്നെ ക്ലീനാക്കി എടുത്തു. പിന്നെ ഇതാ നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ട് തേങ്ങ ഞാനിത് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ വെള്ളം ഞാനൊരു കപ്പിലേക്ക് എടുത്തിട്ട് അത് കുടിക്കലാണ്. അപ്പം മോളും ഞാനും കൂടെ അങ്ങനെ ഷെയർ ചെയ്ത് കുടിക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ പണ്ടേ ഒരു ടാസ്ക് ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ കുറച്ചധികം സമയം അതിന് പൊട്ടിയാൽ മാത്രമേ പൊട്ടി കിട്ടാറുള്ളൂ. ഇപ്പോൾ പിന്നെയും ഒന്ന് ശരിയായി വന്നു. അപ്പോൾ തേങ്ങ ഞാനിതിങ്ങനെ സ്ഥിരം പരിപാടി ചിരകിയെടുക്കാൻ പഠിച്ചിട്ട് ഞാനിങ്ങനെ ചെയ്യല കേട്ടോ. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് കാര്യം കഴിഞ്ഞു കിട്ടും. ഞാനത് പച്ചടിക്കുള്ളത് കുറച്ച് തേങ്ങയും കാന്താരിയും കുറച്ച് കടുക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഞാനൊരു മൺചട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇളവൻ വെന്തത് അങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്കാട്ടോ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ഞാൻ വെള്ളം മാറ്റാൻ വിട്ടുപോയി. അതുകൊണ്ട് കുറച്ചധികം സമയം വറ്റിച്ച് എടുക്കേണ്ടി വന്നു. അരപ്പ് ചേർത്ത ശേഷമാണ് കേട്ടോ വെള്ളത്തിൻ്റെ കാര്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, മറന്നു. അപ്പോൾ അതൊന്ന് വറ്റിച്ച് എടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ടേ. അതൊന്ന് അവിടുന്ന് തിളക്കുമ്പോൾ അതൊന്ന് റെഡി ആയിക്കോളും. അപ്പുറത്ത് ഞാനത് ആ കുക്കറിൽ തന്നെ പരിപ്പ് കഴുകി പിന്നെ വെള്ളരി പീസാക്കിയതും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കാന്താരിയൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അതിലേക്കും അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പരിപ്പും അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇട്ട് വെക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങയും കുറച്ച് ജീരകമൊക്കെ ചേർത്ത് കൊടുക്കലാണെങ്കിൽ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. വെറുതെ നമ്മളങ്ങനെ പരിപ്പും വെള്ളരിന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. വെറുതെ ഇങ്ങനെ ഒരു വേവിച്ചെടുത്ത ആ ഒരു ഇതേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചോറിൽ അങ്ങനെ മിക്സാക്കി കഴിക്കുമ്പോൾ ഒരു രസം ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതിനിടയിൽ മോള് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പുൽസൈ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവൾ രാവിലെ ഒന്നും അങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് പുൽസൈ ഉണ്ടാക്കിയിട്ട് കൊടുക്കലോ. പരിപ്പറിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ജീരകവും മഞ്ഞൾപ്പൊടി ഒക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് അരച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി ഒന്ന് വെന്ത് റെഡിയാകുന്ന സമയത്ത് ഞാനിതാ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട്. പിന്നെ കുറച്ച് വൈകിപ്പോയതുകൊണ്ട് കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞിട്ടാണുള്ളത്. അതുകൊണ്ട് ഒന്ന് വേഗം അതിനിടയിൽ വന്നിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം അടിച്ചു വാരാനേ ഉള്ളൂ. 2 റൂമും ഒന്ന് വിരിച്ചിട്ട് കഴിഞ്ഞാൽ അടിച്ചു വാരാൻ മാത്രമേ ഉള്ളൂ, തുടക്കാനില്ല ഇന്ന്. മോളത് അവിടെ കാർട്ടൂൺ കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ പച്ചടിയിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഒന്ന് തിളക്കുന്നത് ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും അത് ആ പരിപ്പും വെള്ളരിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി അതാ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതേപോലെ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് 2 ഭാഗവും മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടെ. ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളും കഴിച്ചു പോകും. അങ്ങനെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, നല്ല മൊരിഞ്ഞ് കിട്ടും. അങ്ങനെയാണ് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ കറിയെല്ലാം ഒന്ന് വറവിട്ടെടുക്കണം. ഞാനതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചടിയിലേക്ക് ഒന്ന് ചൂട് ഫുള്ളായിട്ടൊന്ന് ആറിയ ശേഷം ആണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെണ്ടക്ക ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഞാനത് അങ്ങനെ മറിച്ചിട്ടിട്ട് എടുക്കുന്നുണ്ട്.
പിന്നെ ആഴ്ചയിൽ എന്തായാലും ഞാൻ ഒരു പ്രാവശ്യം മിക്കവാറും പച്ചടി ഉണ്ടാക്കും കേട്ടോ. എനിക്ക് പച്ചടി ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും മക്കൾക്കും എല്ലാം പച്ചടി ഇഷ്ടമാണ്. പച്ചടി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് മിക്കവാറും ഞാൻ പച്ചടി ഉണ്ടാക്കും. കപ്പക്കയുടെ ആണെങ്കിലും ഇളവനില്ലെങ്കിൽ കപ്പക്ക കിട്ടിയാലും ഞാൻ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് 2 കറിയിലും വറവിട്ടെടുക്കണം. പച്ചടിയും വറവിടണം, പരിപ്പ് കറി ഒന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കറീൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അതിനിടയിലൊന്ന് ചോറ് തിളപ്പിച്ച് വാർക്കാനുണ്ട്. ചില ദിവസം ഇങ്ങനെ റൈസ് കുക്കറിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ മറന്നു കൂട്ടാം. ആദ്യമൊക്കെ മിക്കവാറും മറന്നു പോകാറുണ്ട്. കറിയൊക്കെ റെഡിയായി കഴിഞ്ഞ് ചോറ് കഴിക്കുന്ന സമയത്താണ് ഇത് ഓർക്കോ ചോറ് അതിനകത്തല്ലേ ഉള്ളത്. അങ്ങനെ ആദ്യമൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം അതെല്ലാം ഒന്ന് റെഡിയായത്. അപ്പം അതൊന്ന് എടുത്ത് തിളപ്പിച്ച് ഊറ്റാനുണ്ട്. അതിനിടയിൽ കുറച്ച് പാത്രങ്ങളും കൂടി ആയിട്ടുണ്ട്, അതൊക്കെ കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് പച്ചടി റെഡിയായി, പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെണ്ടക്ക ഞാൻ 2ാമത്തെ ബാച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറിയും കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് മാറ്റി വെക്കണം. ചില ദിവസം ഞാനത് സ്റ്റോർ റൂമിലേക്ക് എടുത്തു വെക്കട്ടെ. ചോറും കറിയും എല്ലാം സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കും. ഇന്നിപ്പം ഇവിടെ തന്നെ വെക്കുന്നത്. എനിക്ക് ഗ്യാസ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും മുതൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ള സാധനങ്ങളൊക്കെ അതാ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. കഴുകാൻ കുറച്ച് പാത്രങ്ങളുണ്ട്, അത് കഴുകിയെടുക്കണം. അപ്പോൾ പാത്രം കഴുകിയ ശേഷമാണ് ഞാൻ ഗ്യാസെല്ലാം തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഗ്യാസ് ചെറുതായിട്ട് ചൂടുണ്ട്, ചൂട് ആറട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഗ്യാസിൻ്റെ മുകളിൽ അങ്ങനെ കാര്യമായിട്ട് കറയും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞാൻ കറണ്ട് അടുപ്പിലാണ് ചായയൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ ഇതിൽ തിളച്ച് മറിയുന്ന പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ വൃത്തികളൊന്നും അധികമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ, ദോശ ഉണ്ടാക്കുമ്പോൾ ആയിട്ടുള്ള കുറച്ച് ഓയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊരു പഴയ സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് സോപ്പിട്ട് പിന്നെ ഒന്ന് തുണി വെച്ച് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ കിച്ചണൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ക്ലീനാണ്. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്കൊന്ന് അടിച്ചു വാരാൻ മാത്രമേ ഉള്ളൂ. അതൊന്ന് ചെയ്യണം. പിന്നെ കുറച്ച് സമയം റെസ്റ്റാണ്. പിന്നെ ഇതാ മോൾക്ക് ഞാൻ ഫുഡ് കൊടുക്കല, അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞ ശേഷം മോൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. പിന്നെ മോന് മൂത്താൾ വന്നിട്ടുണ്ട്. അവന് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. അപ്പം അവൻ വന്നിട്ടുണ്ട്, അവനും ചോറ് കൊടുക്കണം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക്